പ്രകൃതിയുടെ പ്രതിഭാസത്തെ തിരുത്താൻ ശ്രമിച്ച നാറാണത്ത് ഭ്രാന്തൻ്റെ കഥ. ബാല്യകാലം മുതൽക്ക് തന്നെ മറ്റു കുട്ടികൾ കൂട്ടുകാരന്മാരുമായി കളിച്ചു പോയപ്പോൾ കാട്ടിലെ മൃഗങ്ങളും പക്ഷികളുമായി കൂട്ടുകൂടുകയും അവരുമായി സംസാരിക്കുകയും ചെയ്ത ആ നാറാണത്ത് ഭ്രാന്തൻ്റെ കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത്. രാത്രിയുടെ ഇരുളിൽ ഭയമില്ലാതെ ഭദ്രകാളി നൃത്തം ചെയ്യുന്നത് ആസ്വദിച്ചുകൊണ്ട് ശ്മശാനത്തിൽ കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ച ആളാണ് നാറാണത്ത് ഭ്രാന്തൻ. വലിയ പർവ്വതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് വലിയ പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ട് രസിച്ച് ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ. പാറക്കല്ലിൻ്റെ മേളിൽ അടുപ്പ് വെച്ച് കഞ്ഞി തിളപ്പിച്ച് കുടിച്ച അദ്ദേഹത്തിൻ്റെ വിസ്മയകരമായ കഥയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്വാസമടക്കി പിടിച്ച് ഈ കഥ കേൾക്കാൻ വേണ്ടി തയ്യാറെടുക്കുക. അപ്പോൾ ഞാൻ കഥ പറയാം. വരരുചി എന്ന് പറയുന്ന ഒരു ആൾ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് നടന്ന് ഒരു കാട്ടിലൂടെ നടന്ന് ഇങ്ങനെ നീങ്ങുമായിരുന്നു. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വയറ്റിലൊരു കൊച്ച് വളർന്നു വരുന്നുണ്ട്. അപ്പം അതിനെ എല്ലാ കുട്ടികളെയും ഉപേക്ഷിക്കുന്ന പോലെ അവിടെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ഭയത്തോടു കൂടിയാണ് ആ മാതാവ് ഭയങ്കര വിഷമത്തോടെ ആ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ തലോടിക്കൊണ്ട് ആ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ആ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ കല്ലും മുള്ളും എല്ലാം ആ കാട്ടിലിങ്ങനെ ഉണ്ട്. അതെല്ലാം കാലിൽ തറഞ്ഞിട്ടും ആ വേദനകളെല്ലാം സഹിച്ചുകൊണ്ട് ആ വരരുചിയോടൊപ്പം നടന്നു നീങ്ങുകയാണ് കാട്ടിലൂടെ ആ മാതാവ്. ആ മാതാവിന് വളരെയധികം വിഷമമുണ്ട്. കാരണം വരരുചി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള കുട്ടികളെല്ലാം കാട്ടിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കും, കുട്ടിക്ക് വായുണ്ടോയെന്ന്. വായുണ്ടെങ്കിൽ അതിനുള്ള ഭക്ഷണം കണ്ടെത്താൻ അതിന് സ്വയമേ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് പോകുവാൻ വേണ്ടി പറയുന്ന ആളായിരുന്നു ഈ വരരുചി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വളരെയധികം പേടിയുണ്ടായിരുന്നു. അങ്ങനെ ആ ഭയത്തോടു കൂടി അവർ അദ്ദേഹത്തിനോടൊപ്പം നടന്ന് ആ കാട്ടിലൂടെ പോകുമ്പോൾ അവർക്ക് ഭയങ്കരമായി ക്ഷീണം അനുഭവപ്പെട്ട് എന്നിട്ടും അവരതൊന്നും കണക്ക് കൂട്ടാതെ അതൊന്നും ബാധിക്കാതെ അവർ ഭർത്താവിനോടൊപ്പം നടക്കുകയാണ്. കാരണം അങ്ങനെ അവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഭർത്താവ് ദേഷ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് അവർ നടക്കുകയാണ്. അങ്ങനെ നടന്ന് പോയി കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് അതിയായ വയറുവേദന അനുഭവപ്പെട്ട് അങ്ങനെ അവർ താഴെ ഒരു പേരാൽ മരത്തിൻ്റെ ചുവട്ടിലേക്ക് കാല് വഴുതി വീഴുവാണ്. അങ്ങനെ അവിടെ വീണ ഉടനെ തന്നെ വരരുചി അവിടെ മാറി നിന്ന് അവിടെ ഒരു സ്ഥലത്ത് അദ്ദേഹം ധ്യാനത്തിലിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വരരുചിയുടെ ഭാര്യ ഭയങ്കര പ്രസവ വേദന അനുഭവപ്പെട്ട് അങ്ങനെ അവർ കരഞ്ഞുകൊണ്ട് കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ദിവ്യമായ ഒരു കുട്ടി അവർക്ക് അവരുടെ വയറ്റിൽ നിന്ന് ജന്മം എടുത്ത് ആ കുട്ടിയെ കണ്ടപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം മനസ്സിലുണ്ടാകുകയാണ്. നല്ല തേജസ്സുള്ള കുട്ടിയാണത്. അതിൻ്റെ മുഖം കണ്ടിട്ട് ആ മാതാവിന് ഭയങ്കരമായിട്ട് സ്നേഹവും അതുപോലെ തന്നെ അതിയായ വിഷമവുമുണ്ട്. ഭർത്താവ് എല്ലാ മക്കളെയും ഉപേക്ഷിക്കാൻ പറയുന്ന പോലെ ഈ കുട്ടിയെ ഉപേക്ഷിക്കാൻ പറയുമോ എന്നുള്ളൊരു ഭയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വല്ലാതൊരു ഭയപ്പാടോടുകൂടി ആ കുട്ടിയെ നോക്കി ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ് ആ കുട്ടിയുടെ മുഖത്തേക്ക് ആ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ വീഴുകയാണ്. ആ കണ്ണുനീരിൻ്റെ ആ തുള്ളി അങ്ങനെ വീഴുകയാണ്. അതൊന്നും ആ അമ്മയ്ക്ക് ഭയങ്കരമായ വിഷമമുണ്ടെങ്കിലും ആ അമ്മ കള്ളത്തരം പറഞ്ഞാൽ വരരുചി ഒരു ദിവ്യനായ മനുഷ്യനാണ്, അതുപോലെ തന്നെ ഒരു യോഗിയാണ്. അതുകൊണ്ട് സ്വന്തം ഭർത്താവിനോട് അവർക്ക് ഒരിക്കലും കള്ളം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. ആ പണ്ഡിതനോട് എങ്ങനെ കള്ളം പറയാൻ ഒരിക്കലും സാധിക്കത്തില്ലാത്തതുകൊണ്ട് പണ്ഡിതനായ വരരുചി ഭാര്യയുടെ അടുത്ത് ചോദിച്ച് കുട്ടിക്ക് വായുണ്ടോ എന്ന് ചോദിച്ച്. ആ സമയത്ത് അവർക്ക് നുണ പറയാൻ പറ്റാത്തതുകൊണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്, വായുണ്ട് എന്ന് അവർ പറഞ്ഞ്. അപ്പോൾ പതിവ് പോലെ തന്നെ കുറച്ചു നേരം ഇങ്ങനെ മൗനമായി മിണ്ടാതെ നിന്നിട്ട് വരരുചി ഇച്ചിരി കടുത്ത ശബ്ദത്തിൽ കാട് പോലും ഒന്ന് ഭയപ്പെടുന്ന രീതിയിലുള്ള ഉറച്ച ശബ്ദത്തിൽ പറയുകയാണ്, എങ്കിൽ ആ
കുട്ടിയെ ആ കാട്ടിൽ ഉപേക്ഷിക്കൂ, എന്നിട്ട് എൻ്റെ ഒപ്പം നടന്നു വരിക, അവനുള്ള ഭക്ഷണം അവന് കിട്ടിക്കോളൂ, അവന് വായുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങനെ നടക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പം ഈ അമ്മക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടെങ്കിലും ആ വിഷമത്തോടു കൂടി ആ കുട്ടിയെ ആ കാട്ടിലെ ആ കരികിലയുടെ പുറത്തായിട്ട് ഒരു തൂഷനിലക്കകത്താക്കി ആ കുട്ടിയെ ഇങ്ങനെ പൊതിഞ്ഞു വെക്കുവാണ്. എന്നിട്ട് അവരങ്ങ് പോകുമ്പോൾ അവർ നടന്ന് നീങ്ങുമ്പോൾ അവരുടെ കണ്ണുനീര് ആ മണ്ണിലേക്ക് വീണ് അലിഞ്ഞു ചേരുകയാണ്. എന്നിട്ടും ആ ദുഃഖം മുഴുവൻ അനുഭവിച്ചുകൊണ്ട് ആ അമ്മ ആ വരരുചിയുടെ ഒപ്പം നടന്ന് ആ കാട്ടിലൂടെ നടന്ന് ദൂരേക്ക് അകലുകയാണ്. അപ്പോൾ കുട്ടി ഭയങ്കരമായി കരയുകയാണ്. ആ കുട്ടിയുടെ ആ കരച്ചിൽ കേട്ട് അങ്ങോട്ട് ഓടിയെത്താൻ അവിടെ ആരുമില്ല. ആ കൊടും കാട്ടിൽ ആ കൊച്ചുകുട്ടി കിടന്ന് പൊട്ടിക്കരഞ്ഞ ശബ്ദം ഇങ്ങനെ ആ കാട്ടിലിങ്ങനെ ആകെ അലയടിക്കുകയാണ്. ആ സമയത്ത് മൃഗങ്ങളും പക്ഷികളും എല്ലാം കാട്ടിലെ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു പാമ്പ് കരിയിലകൾ നീക്കിക്കൊണ്ട് മെല്ലെ ആ കുട്ടിയുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷേ ആ സർപ്പം അതിനെ കൊത്തുന്നില്ല. ആ ദിവ്യമായ പ്രകാശം പരത്തുന്ന ആ മുഖമുള്ള ആ കുട്ടിയുടെ മുമ്പിലെത്തിയപ്പോൾ ആ സർപ്പം ആ കുട്ടിക്ക് കാവലെന്ന പോലെ ആ കുട്ടിയെ ചുറ്റിപ്പിണഞ്ഞുകൊണ്ട് അതിനൊരു പുതപ്പ് പോലെ മൃദുലമായി അതിനെ പറ്റി പിടിച്ചുകൊണ്ട് ഒപ്പം ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് ആ സർപ്പം അതിനൊരു കാവലെന്ന പോലെ അതിൻ്റെ കൂടെ നേരം വെളുക്കുന്നത് വരെ സമയം നേരം വെളുത്ത് വെട്ടം വീഴുന്ന വരെയുള്ള ആ സമയം വരെ ആ സർപ്പം അതിനോടൊപ്പം തന്നെ ആ കുട്ടിയോടൊപ്പം തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സമയം പുലർന്നു തുടങ്ങി. ആ സമയത്ത് നാറാണത്ത് എന്ന് പറയുന്ന ആ ഒരു വലിയ ഇല്ലത്തിലെ ആ വലിയൊരു തറവാട്ടിലെ ഒരു കാരണവർ അവിടേക്ക് നടന്നു വരുവാണ് ആ കാട്ടിലൂടെ. അപ്പോൾ ആ കാരണവർ പെട്ടെന്ന് കാണുന്ന അത് അവിടെ ഒരുപാട് മൃഗങ്ങളും പക്ഷികളുമൊക്കെ പല ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടന്ന ആ കാട്ടിലൂടെ മെല്ലെ മുമ്പിലോട്ട് നടക്കുമ്പോൾ എവിടെ നിന്നൊന്നും അറിയാതെ ഒരു കുട്ടിയുടെ ഒരു ചെറിയ കരച്ചിലിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ആ കുട്ടി ഭയങ്കര ദയനീയമായിട്ട് കരയുകയാണ്. ആദ്യം വിചാരിച്ച അദ്ദേഹം വല്ല പക്ഷികളോ മൃഗങ്ങളോ എന്തോ കാരണമാണെന്നാണ്. അതുകൊണ്ട് തന്നെ അയാൾ അത് കാര്യമായിട്ട് എടുത്തില്ല. അദ്ദേഹം കുറച്ചുകൂടെ മുമ്പിലോട്ട് നടക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് അവിടെ അങ്ങനെ കാല് ഉറപ്പിച്ച് ആരോ പുറകിൽ നിന്ന് വിളിക്കുന്ന പോലെ തോന്നി അങ്ങനെ നോക്കുവാണ്. പിന്നിലേക്ക് നോക്കുമ്പം അദ്ദേഹം കാണുന്നത് ഒരു കരികലയുടെ ഇടക്കൂടെ ഒരു കുട്ടിയുടെ പോലൊരു സ്വരമാണ്. ആ കാണാൻ പറ്റാതെ ഒരു അവശ്യമായ വിശപ്പ് അനുഭവിച്ചുകൊണ്ട് വളരെ ദുഃഖിച്ച് കരയുന്ന ഒരു കുട്ടിയുടെ ചെറിയ തേങ്ങലിൻ്റെ ശബ്ദമാണ് അദ്ദേഹം കേൾക്കുന്നത്. അത് കേട്ടുകൊണ്ട് അദ്ദേഹം ആ കുട്ടിയുടെ അരികിലേക്ക് നടന്നു ചെല്ലുകയാണ്. അടുത്തേക്ക് ചെന്നപ്പോൾ ആ കുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി. അദ്ദേഹത്തിന് മക്കളില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ദിവ്യമായ മുഖത്തെ ആ ചൈതന്യവും പ്രകാശവും കണ്ടപ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷവാനായി. അങ്ങനെ അദ്ദേഹം ആ കുട്ടിയെ വാരി തൻ്റെ കൈകളിലേക്ക് എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മനയിലേക്ക് നടക്കുവാണ്. അങ്ങനെ നാറാണത്ത് മനയിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ കുട്ടിയെ കണ്ട് വളരെയധികം സന്തോഷവതിയായി. കാരണം അവർക്ക് വർഷങ്ങളായിട്ട് മക്കളില്ല. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ കിട്ടിയത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ അവർ ആ കുട്ടിയെ വളർത്തി. അങ്ങനെ ആ കുട്ടി കുറച്ച് വളർന്നു തുടങ്ങിയപ്പോൾ സമയത്ത് ആ കുട്ടിയുടെ ബാല്യകാലത്തിൽ തന്നെ ആ കുട്ടി പ്രകൃതിയോടാണ് കൂടുതലായി സംസാരിച്ചിരുന്നത്. പുറത്തുപോയി കാറ്റിനോടും മഴയോടും അതുപോലെ പുറത്ത് നടക്കുന്ന ചെറിയ പക്ഷികളോടും മൃഗങ്ങളോടുമൊക്കെ സംസാരിച്ചുകൊണ്ട് ആ കുട്ടി ഒറ്റയ്ക്കിരിക്കുന്നതാണ് ആ കുട്ടിയുടെ മാതാപിതാക്കളായ ആ കുട്ടിയെ എടുത്തു വളർത്തിയ അച്ഛനമ്മമാർ കാണുന്ന കാഴ്ച. അതിനുശേഷം ആ കുട്ടിയെ പഠിപ്പിക്കുവാൻ വേണ്ടി അധ്യാപകൻ ഒരു പണ്ഡിത ഗുരു ആ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി 2-3 പണ്ഡിതന്മാർ വരികയാണ്. അങ്ങനെ വന്ന് ആ ഇല്ലത്തിൽ വെച്ച് ആ കുട്ടിയെ വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ കുട്ടിക്ക് അധ്യാപകന്മാർക്ക് പോലും മനസ്സിലാകാത്ത വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് വരുന്നത്. ആ കുട്ടി ചോദിക്കുന്നത് മഴയെക്കുറിച്ചും ശക്തമായ കാറ്റിൻ്റെ പ്രതിവാദത്തെക്കുറിച്ചും അങ്ങനെ വിസ്മയകരമായ കാഴ്ചകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അങ്ങനെ വളരെയധികം സംശയം നിറഞ്ഞ ചോദ്യങ്ങളാണ് ആ കുട്ടി ആ അധ്യാപകരോട് ചോദിച്ചത്. ആ ഗുരുക്കന്മാർക്ക് അതിന് മറുപടി കൊടുക്കാനായില്ല. ഈ കുട്ടി
നിസാരക്കാരനല്ല, അദ്ദേഹത്തെ പഠിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പണ്ഡിതന്മാർ അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം ഈ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയുടെ ഓരോ ദിവസത്തെ പ്രവൃത്തി അങ്ങനെ വിചിത്രമായ രീതിയിൽ അനുഭവപ്പെടാൻ തുടങ്ങി. ഈ കുട്ടിക്ക് ഇനി എന്തെങ്കിലും മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലും അവർക്ക് സംശയം തോന്നിയിരുന്നു. എന്താണ് ഈ കുട്ടിയുടെ പ്രശ്നമെന്ന് അന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ ആ കുട്ടി ഒരു ദിവസം രാത്രി സമയത്ത് ആ വീടിൻ്റെ പുറത്ത് ഇങ്ങനെ ഏകാന്തതയിൽ പോയി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതും എന്തോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അങ്ങനെ ഇരിക്കെ ഈ കുട്ടിയെ തിരക്കിക്കൊണ്ട് 3 കാരണവന്മാർ, 3 പ്രായമുള്ള ആൾക്കാർ ഈ നാറാണത്ത് ഇല്ലത്തിലേക്ക് വരുവാണ്. അവിടെ വന്നിട്ട് വരരുചിയുടെ മകനാണ് ഈ ബാലകനെന്നും അതുപോലെ ആ വരരുചിയുടെ മൂത്ത ജ്യേഷ്ഠനായ അഗ്നിഹോത്രിയുടെ അനിയനാണ് ഇവനെന്നും ആ വന്ന പണ്ഡിതന്മാർ പറയുവാണ്. അവരുടെ കൂടെ ചെല്ലാൻ വേണ്ടി ഈ ബാലകനെയാണ് ഇവർ അന്വേഷിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടി അവരുടെ കൂടെ പോകും എന്ന് വിചാരിച്ചു. പക്ഷേ ആ കുട്ടി പോയില്ല. അങ്ങനെ അവരെ തിരിച്ച് മടക്കി അയച്ച്. അങ്ങനെ അവർ പോയതിനു ശേഷം അന്നത്തെ ദിവസം രാത്രി കഴിഞ്ഞപ്പോൾ ഈ നാറാണത്ത് പതുക്കെ ആ രാത്രി ആ ശബ്ദം, ഈ പക്ഷികളുടെയും നിശബ്ദമായ എല്ലാ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉറങ്ങുന്ന ആ ഒരു സമയം നിശബ്ദതയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ ആ നാറാണത്ത് മനയുടെ ആ വാതിൽ പതുക്കെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ തുറന്നുണ്ട് അവിടുന്ന് ആ കുട്ടി അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്, നടന്നു ഇറങ്ങുവാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ആ ഇല്ലത്തിലെ കാരണവർ ആ കുട്ടിയോടൊപ്പം കുട്ടിയുടെ പിന്നാലെ ഇങ്ങനെ അത് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ അദ്ദേഹം ആ കുട്ടിയുടെ പുറകെ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. അങ്ങനെ ഈ കുട്ടി നടന്നു പോയത് വേറെ എങ്ങോട്ടുമല്ല, ഒരു ശ്മശാനത്തിലേക്കാണ്. ആ സ്ഥലത്തേക്ക് പോകാൻ എല്ലാവരും ഒന്ന് ഭയപ്പെടും. കാരണം അവിടെ ഭയാനകമായ യക്ഷിയും അതുപോലെ മൃഗങ്ങളും ക്രൂരമായ മൃഗങ്ങളൊക്കെ വസിക്കുന്ന വലിയൊരു കാടാണ്. ആ കാട്ടിലേക്ക് പോകാൻ എല്ലാവരും ഒന്ന് ഭയപ്പെടും. ആ ഒരു കാട്ടിലേക്കാണ് ഈ കുട്ടി ഒരു ഭയവും കൂടാതെ നടന്നു നീങ്ങിയത്. ആ കുട്ടി അവിടെ ചെന്ന് ആ ശ്മശാനത്തിൽ ശവങ്ങൾ കരിയുന്ന മണവും പച്ചമാംസങ്ങൾ എരിഞ്ഞ് അമർന്ന ആ ഒരു രക്തത്തിൻ്റെ ഗന്ധവും രൂക്ഷമായ മണവും എല്ലാം വരുന്ന ഒരു സ്ഥലത്തേക്കാണ് ഈ കുട്ടി നടന്നു പോകുന്നത്. അപ്പോൾ ഈ കുട്ടി എന്താണ് ചെയ്യുന്നതെന്നറിയാൻ വേണ്ടി ആ ഇല്ലത്തിലെ ആ കാരണവർ അവിടെ നോക്കിക്കൊണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ മിടിക്കുന്നുണ്ട്, വല്ലാത്തൊരു ഭയം അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട്. എന്നിട്ടും ഈ കുട്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി വളരെ ആകാംക്ഷയോടുകൂടി തന്നെ അദ്ദേഹം അത് കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടി അവിടെയുള്ള ആ ചുടലഭസ്മം ഇങ്ങനെ ആ ശ്മശാനത്തിൽ നിന്ന് വാരിയെടുത്തിട്ട് സ്വന്തം ദേഹത്തൊക്കെ ഇങ്ങനെ പുരട്ടുകയാണ്. സ്വന്തം നെഞ്ചിലും നെറ്റിയിലും കൈകളിലും ഒക്കെ ഇങ്ങനെ ആകപ്പാടെ ഇങ്ങനെ പൂശുവാണ്. അതിനുശേഷം ഈ കുട്ടി എല്ലാവരും ഒന്ന് പേടിക്കത്തക്ക രീതിയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ഈ കുട്ടിയുടെ ഈ ചിരി കേട്ടപ്പോൾ ഭയങ്കര ഭയാനകമായ ഒരു ചിരി. അപ്പോൾ ഈ ചിരി കേട്ട കാരണവർ വളരെയധികം ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം തിരിച്ച് ഓടിപ്പോവുകയാണ്. അദ്ദേഹത്തിന് വല്ലാത്ത ഭയമുണ്ട്. നിൽക്കാൻ ഓടിപ്പോകുമ്പോൾ അദ്ദേഹം താഴെ വീഴാൻ പോയിട്ട് പോലും അത് കണക്ക് കൂട്ടാതെ അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് നിന്ന് പോകും എന്നൊരു തോന്നൽ വരത്തക്ക രീതിയിൽ ഒരു ഭയം തോന്നുന്ന വിധത്തിലുള്ളൊരു ചിരിയാണ്. ആ ഒരു കൊച്ചുകുട്ടി ചിരിക്കുന്ന പോലെയല്ല ചിരിക്കുന്നത്, വളരെയധികം ഒരു ഭയാനകമായൊരു ചിരിയാണ് ആ കുട്ടിയുടെ വായിൽ നിന്ന് വരുന്നത്. അതുകൊണ്ടത് കേട്ടിട്ട് അദ്ദേഹം ഭയപ്പെട്ടുകൊണ്ട് ഓടുകയാണ്. അങ്ങനെ അതിനുശേഷം ആ കുട്ടി തിരിച്ച് നാറാണത്ത് ഇല്ലത്തിലേക്ക് വന്നതിന് ശേഷം സ്വന്തം മാതാപിതാക്കൾ അവിടെ അവർ എടുത്തു വളർത്തിക്കൊണ്ടിരുന്ന ആ കുട്ടിയെ വളർത്തി വലുതാക്കിയ ആ നാറാണത്ത് ഇല്ലത്തിലെ ആ അമ്മയോടും അച്ഛനോടും അവസാനമായിട്ട് ആ കുട്ടി ചെന്നിട്ട് സംസാരിക്കുകയാണ്. കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പറയുകയാണ്, ഞാനിനി ഇവിടുന്ന് പോവുകയാണ്, എനിക്ക്
വലിയ ലക്ഷ്യങ്ങളുണ്ട്. എനിക്ക് ഈ 4 ചുമരുകൾക്കുള്ളിൽ ഒരിക്കലും അടങ്ങി ജീവിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ട് പോവുകയാണെന്ന് പറയുകയാണ്. അപ്പം ഈ കുട്ടിയുടെ ബാല്യകാലം തൊട്ട് തന്നെ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു ഈ കുട്ടി ചെറിയ ആളല്ല, എന്തെങ്കിലുമൊക്കെ കഴിവുള്ള ഒരാളാണ്, എന്തോ പ്രത്യേകത ഈ ബാലകനുണ്ടെന്നുള്ള കാര്യം അവർക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ടായിരുന്നു. ഈ കുട്ടി സാധാരണക്കാരായ പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന പണിക്കാരുടെ അടുത്തും അതുപോലെ ഈ പ്രകൃതിയുടെ അടുത്തും മഴയോടും കാറ്റിനോടും ഒക്കെയാണ് ആ കുട്ടി സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അവർക്കറിയാം. എന്നിരുന്നാലും ആ കുട്ടി മാതാപിതാക്കളോട് ഇങ്ങനെ യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ ആ മാതാവ് വല്ലാതെ കരയുകയും തളർന്ന് അവിടെ താഴെ ഇരിക്കുകയാണ്. എന്നിട്ടും അവർ തിരിച്ചു വിളിക്കുന്നില്ല. കാരണം ഈ കുട്ടി നിൽക്കത്തില്ലെന്നുള്ള ആ ഒരു വിശ്വാസം അവർക്കുണ്ട്. അവർക്ക് മനസ്സിലായി ആ കുട്ടിയെ പിടിച്ചു നിർത്താൻ ഒരിക്കലും സാധിക്കത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവരൊന്നും പറഞ്ഞില്ല. അങ്ങനെ ആ കുട്ടി നടന്ന് അവിടുന്ന് യാത്ര പറഞ്ഞ് നീങ്ങുകയാണ്. അങ്ങനെ കണ്ണ് മറയുന്നതുവരെ അമ്മയും അച്ഛനും ആ കുട്ടിയെ നോക്കിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അവരെ വിട്ട് ആ കുട്ടി ദൂരത്തിലേക്ക് നടന്നുപോയി. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച് ആ കുട്ടി ഒരു ലക്ഷ്യമില്ലാതെ ഒരുപാട് ദൂരം ഈ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലൂടെ കടന്നുപോയി. മഴയും കാറ്റും വളരെ ശക്തമായ പ്രകൃതിയുടെ എല്ലാ സംഭവങ്ങളെയും പ്രകൃതിയുടെ എല്ലാ ഒരു ഇതിനെയും തരണം ചെയ്തുകൊണ്ട് ആ കുട്ടി മുമ്പോട്ട് നടക്കുവാണ്. അങ്ങനെ നടന്ന് പോയി കുറച്ച് ദൂരം എത്തിയപ്പം ഭയങ്കരമായ ഒരു കൊടുങ്കാട്. ആ കൊടുങ്കാട്ടിലേക്ക് ആരും പോകാനൊന്ന് ഭയപ്പെടും. ആ കൊടുങ്കാട്ടിൽ ഒരു ചുടലയക്ഷി ഉണ്ടെന്നാണ് പറഞ്ഞ് എല്ലാ ആൾക്കാരും പറഞ്ഞു വരുത്തിയിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാൻ വലിയ ആൾക്കാർക്ക് വരെ ഭയങ്കര ഭയമാണ്. ആ കാട്ടിലേക്കാണ് ഈ കുട്ടി നടന്നു പോകുന്നത്. അങ്ങനെ ആ കുട്ടി നടന്ന് ആ കൊടുങ്കാട്ടിൽ ചെല്ലുമ്പോൾ ഒരു ശബ്ദം മാത്രമേ ആ കൊടുങ്കാട്ടിൽ നിൽക്കുന്നുള്ളൂ. അതെന്തിൻ്റെ ശബ്ദമാണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ കാലിലണിഞ്ഞിരിക്കുന്ന വളയുടെയാണ്. ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിലമതിക്കുന്ന ഒന്നും തന്നെ കൊണ്ടുപോകുന്നിട്ടില്ല. സ്വന്തം ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ കുട്ടി എടുത്തിരിക്കുന്നത് ഒരു മുഷിഞ്ഞ ഒരു കീറിയ തുണിയും അതുപോലെ ഒരു കാലിലണിയാൻ വേണ്ടി ഒരു വലിയ വളയുമാണ്. ആ വലിയ വള അത് അണിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശബ്ദം വരുന്നുണ്ട്. അങ്ങനെ ആ ബാലകൻ ആ കാട്ടിലെ ആ ഭയാനകമായ അന്തരീക്ഷത്തിലൂടെ നടന്ന് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഭയങ്കരമായൊരു കാറ്റ് അടിക്കുന്നുണ്ട്. ആ കാറ്റ് അടിക്കുമ്പോൾ തന്നെ ഒരു ചിരിയും ഒരു അട്ടഹസിക്കുന്ന ചിരിയും ഒരു കാലിൻ്റെ ചുവട് വെച്ച് മുമ്പിലേക്ക് വരുന്ന ഒരു കാലടി ശബ്ദത്തിൻ്റെ ഒരു ശബ്ദമൊക്കെ അവിടേക്ക് വരികയാണ്. അപ്പോൾ ഈ കുട്ടി പുറകിലേക്ക് തിരിഞ്ഞൊന്നും നോക്കുന്നില്ല. ഈ കുട്ടിയുടെ തൊട്ട് പുറകിലായിട്ട് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാം. ആ കുട്ടിയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ പിടിക്കുവാൻ വേണ്ടി ഒരു വലിയ കൈകൾ നഖങ്ങൾ നീട്ടിയ ഒരു യക്ഷി, പുറകിൽ വലിയ മുടിയൊക്കെ അഴിച്ചിട്ട ഒരു യക്ഷി അവിടേക്ക് വരികയാണ്. ആ യക്ഷിയുടെ ചിരി കേട്ടിട്ട് ആ കാട്ടിലുള്ള മരങ്ങളും വലിയ വൃക്ഷങ്ങൾ വരെ വൃക്ഷങ്ങളിലിരിക്കുന്ന പക്ഷികൾ എല്ലാം പേടിച്ച് പറന്നു പോവുകയാണ്. മൃഗങ്ങളൊക്കെ പേടിച്ച് അവിടുന്ന് ഓടിപ്പോവുകയാണ്. അത്രയ്ക്ക് ക്രൂരമായ ചിരിയോടെയാണ് ആ യക്ഷി നടക്കുന്നത്. പക്ഷേ ആ യക്ഷിയെ നേരിട്ട് കണ്ടിട്ട് പോലും ഒട്ടും ഭയപ്പെടാതെ ആ യക്ഷിയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അതിശയപ്പെട്ട് നല്ല ഒരു ഭയമില്ലാത്ത രീതിയിൽ ചിരിച്ചുകൊണ്ടാണ് ആ ബാലകൻ അങ്ങനെ നിൽക്കുന്നത്. അവൻ്റെ ആ ചിരിയും അവൻ്റെ ആ ഒരു പരിഹാസഭാവത്തോടെയുള്ള നോട്ടവും കണ്ട് യക്ഷിക്ക് തന്നെ ആകപ്പാടെ അമ്പരപ്പായി. അങ്ങനെ യക്ഷി ഈ ബാലകനെ കൊല്ലുമെന്നുള്ള രീതിക്ക് നഖങ്ങൾ നീട്ടിക്കൊണ്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ബാലകൻ ഒട്ടും പേടിക്കാതെ താഴെ കിടന്ന ഒരു പിടി മണ്ണ് വാരി ആ യക്ഷിയുടെ മുഖത്തേക്ക് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ശക്തമായി വലിച്ചെറിയുകയാണ്. ആ മണ്ണ് യക്ഷിയുടെ കണ്ണിലേക്ക് വീണതും യക്ഷി തെറിച്ച് മണ്ണിലേക്ക് തെറിച്ച് വീഴുകയാണ്. ആ യക്ഷിയുടെ ആ ശക്തി മൊത്തവും കുറഞ്ഞ് ക്ഷയിച്ചതുപോലെ ആയിപ്പോൾ. ആ യക്ഷിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ യക്ഷി താഴെ വീണ് കരയാൻ തുടങ്ങി. എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കരച്ചിൽ. അപ്പം ഈ ബാലകൻ ഒട്ടും തന്നെ ദേഷ്യമോ അല്ലെങ്കിൽ ഒരു പ്രതികാരമോ ഒന്നും തന്നെ കാണിക്കാതെ ആ യക്ഷിയോട് ചിരിച്ചുകൊണ്ട് തന്നെ ആ ബാലകൻ പറയുകയാണ്, നീ ഇനി ഈ കാട്ടിൽ വരുന്ന ഒരു മനുഷ്യരെയും ഉപദ്രവിക്കത്തില്ലെന്ന് ഇന്ന് നീ സത്യം ചെയ്യണം. അല്ലെങ്കിൽ നിനക്ക്
പിന്നീട് വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഒരാൾക്കാരെ നീ ഇനി ദ്രോഹിക്കത്തില്ല, കാട്ടിലെല്ലാവർക്കും വരാനും സഞ്ചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാറാണത്ത് ഭ്രാന്തൻ പറയുവാണ്. അപ്പം ആ യക്ഷി അതെല്ലാം സമ്മതിച്ച് അതിനുശേഷം ഈ ബാലകൻ അവിടെ നിന്ന് നടക്കുവാണ്. അങ്ങനെ ഒത്തിരി വർഷങ്ങൾ ഈ നാറാണത്ത് ഭ്രാന്തൻ ഒരുപാട് സ്ഥലങ്ങളിങ്ങനെ നടന്ന് കേരളത്തിൻ്റെ പലയിടങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. പാറക്കല്ലുകളും വലിയ മലകളും ഉയരമേറിയ കുന്നുകളും എല്ലാം താണ്ടി കാറ്റും മഴയും എല്ലാം നടന്ന് അതിനെ ഒന്നും വകവെക്കാതെ തളരാതെ ശക്തമായ മനസ്സോടെ അദ്ദേഹം മുമ്പോട്ട് നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അയാൾ വലിയൊരു ശക്തനായ ഒരു മനുഷ്യനായിട്ട് മാറി. അങ്ങനെ ഒരു വലിയൊരാളായി തീർന്നപ്പോൾ അദ്ദേഹത്തിന് നല്ല ഒത്ത ശരീരവും പൊക്കവും അതുപോലെ നല്ല കരുത്തുറ്റ ബലവും എല്ലാം ഉള്ള ഒരാളായിട്ടാണ് നാറാണത്ത് ഭ്രാന്തൻ മാറിയിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് ദൂരെ ഇങ്ങനെ നടന്ന് ക്ഷീണിതനായി കേരളത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ എവിടേക്ക് പോകണമെന്ന് പോലും അറിയാതെ ഒരു യാത്രയായിരുന്നു. അങ്ങനെ ആ യാത്രയ്ക്ക് ഒരു അവസാനം ഇല്ലാതെ ഇങ്ങനെ നടന്ന് അദ്ദേഹം ക്ഷീണിതനായി അങ്ങനെ ഒരു ശ്മശാനത്തിൽ കിടന്നുറങ്ങാമെന്ന് കരുതി അവിടെ ചെന്ന് കിടക്കുവാണ്. അപ്പോൾ അവിടേക്ക് പതിവ് പോലെ ചുടലയക്ഷി വരികയാണ്. ചുടലയക്ഷി വന്ന് അവിടെ ഭയങ്കരമായിട്ട് ഒരു നൃത്തം കളിക്കുവാണ്. ആ ദേവിയെ കണ്ടിട്ട് ഈ നാറാണത്ത് ഭ്രാന്തൻ അല്പം പോലും ഭയമില്ലാതെ ആ ദേവിയുടെ ആ നൃത്തം കണ്ട് ആസ്വദിച്ചുകൊണ്ട് അവിടെ അങ്ങനെ കിടക്കുകയാണ്. അപ്പം ഈ ദേവി ഭയങ്കരമായ നൃത്തം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഈ ഭൂതഗണങ്ങൾ ചുറ്റുമുണ്ട്. ഭൂതഗണങ്ങൾ പേടിപ്പിക്കുന്ന ശബ്ദത്തിൽ പല പ്രകടനങ്ങളും കൂടെ നടത്തുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ട് ഭയം അല്പം പോലും തോന്നാതെ ഈ കൊച്ച് വലിയ ഒരു ശ്മശാനത്തിൽ ഒട്ടും ഭയമില്ലാതെ ഈ നാറാണത്ത് ഭ്രാന്തൻ അങ്ങനെ അവിടെ കിടക്കുവാണ്. അപ്പം ദേവി നൃത്തം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവിയുടെ കണ്ണ് ആ തിളങ്ങുന്ന ആ ഒരു ഇരുട്ടിൽ തിളങ്ങുന്ന ആ ഒരു കണ്ണിലേക്ക് ഉടക്കി. അത് വേറെ ആരുടെയും കണ്ണല്ല, അങ്ങ് തിളക്കമേറിയ നാറാണത്ത് ഭ്രാന്തൻ്റെ കണ്ണുകളായിരുന്നു. ദേവിക്ക് ഒട്ടും വിശ്വസിക്കാനായില്ല. കാരണം മനുഷ്യരാരും ദേവിയുടെ ആ നൃത്തരൂപം കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെട്ട് ഓടുകയാണ് ചെയ്യുന്നത്. ആരും അവിടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഇത്രയും ഭയാനകമായ ആ കാട്ടിൽ ആ ശ്മശാനത്തിൽ ദേവിയുടെ നൃത്തരൂപം കണ്ട് ആസ്വദിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ഈ നാറാണത്ത് ഭ്രാന്തനെ കണ്ട് അതിശയപ്പെട്ടു പോയി ദേവി നാറാണത്ത് ഭ്രാന്തനോട് ചോദിച്ച്, നീ എന്തിനാണ് ഇവിടെ കിടക്കുന്നത്, നീ ആരാണെന്ന് ചോദിച്ച്. അപ്പോൾ ഒട്ടും പേടി തോന്നാത്ത രീതിയിൽ ആ നാറാണത്ത് ഭ്രാന്തൻ്റെ പരിഹസിക്കുന്ന പോലുള്ള ചിരി കണ്ടപ്പോൾ ദേവിക്ക് ആകപ്പാടെ ദേഷ്യമായി. ദേവി വളരെ കടുത്ത ശബ്ദത്തിൽ നാറാണത്ത് ഭ്രാന്തനോട് ചോദിക്കുകയാണ്, നീ ആരാണ്, എന്തിനാണ് ഈ കാട്ടിൽ വന്നത്, സത്യം പറയാണ്. അപ്പം നാറാണത്ത് ഭ്രാന്തൻ പറയാണ്, ഞാൻ ഇത്രയും ദൂരം നടന്ന് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് അമ്മ, എനിക്ക് ഇവിടെ കിടക്കണം, അതുകൊണ്ട് എന്നെ ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ എന്നെ ശല്യം ചെയ്യരുത്, ഞാനിവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നാറാണത്ത് ഭ്രാന്തൻ വീണ്ടും അവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോകും. അപ്പോൾ ദേവി വളരെ ക്ഷുഭിതയായിക്കൊണ്ട് കണ്ണിൽ നിന്നും വായിൽ നിന്നൊക്കെ തീ പാറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നാറാണത്ത് ഭ്രാന്തൻ്റെ ദേഹത്തിൽ വന്ന് തട്ടിയിട്ട് പോലും നാറാണത്ത് ഭ്രാന്തൻ അല്പം പോലും പേടിയില്ലാതെ അവിടെ കിടക്കുകയാണ്. ഈ ഭൂതഗണങ്ങളെല്ലാം നാറാണത്ത് ഭ്രാന്തൻ്റെ അടുത്തേക്ക് വളരെ രോഷാകുലരായിക്കൊണ്ട് വളരെ ഭയാനകമായ ശബ്ദത്തിൽ ഇടിമുഴങ്ങുന്ന പോലുള്ള ശബ്ദം വെച്ചുകൊണ്ട് ഭയപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നിട്ട് അല്പം പോലും ഭയമില്ലാതെ ആ കാട്ടിൽ അങ്ങനെ കിടക്കുന്ന നാറാണത്ത് ഭ്രാന്തനെ കണ്ടിട്ട് അവർക്ക് ആ ഭൂതഗണങ്ങൾക്കും ദേവിക്കും വളരെയധികം ആശ്ചര്യം തോന്നി. അങ്ങനെ ദേവിയുടെ ദേഷ്യം വളരെ കുറഞ്ഞ് ദേവി ശാന്തയാവുകയാണ്. അങ്ങനെ ദേവി ശാന്തയായപ്പോൾ തന്നെ ദേവി ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചപ്പോൾ ഭൂതഗണങ്ങളെല്ലാം പുറകിലേക്ക് പോവുകയാണ്. അപ്പം നാറാണത്ത് ഭ്രാന്തൻ്റെ അടുത്ത് ദേവി ചോദിക്കുവാണ്, നിനക്ക് എന്നെ കണ്ടിട്ടോ അല്പം പോലും പേടിയില്ലല്ലോ, നീ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം നാറാണത്ത് ഭ്രാന്തൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ആരും തന്നെ അല്ല, ഞാനൊരു സാധാരണ ഒരാളാണ്, അല്ലാതെ എനിക്ക് പ്രത്യേകതകളൊന്നുമില്ല. അപ്പോൾ ദേവി ചോദിക്കുവാണ്, നിനക്ക് എന്താണ് എന്നെ കണ്ടപ്പോൾ വരമായിട്ട് വേണ്ടത് എന്ന് ചോദിക്കുക. അപ്പം ദേവിയുടെ അടുത്ത് നാറാണത്ത് ഭ്രാന്തൻ ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് വരമൊന്നും വേണ്ട,
ഞാനിവിടെ വിശ്രമിക്കാൻ വേണ്ടി വന്നതാണ്, ഞാനിവിടെ കിടന്ന് ഉറങ്ങിക്കോളാം എന്ന് പറയുകയാണ്. ഞാൻ ശല്യം ചെയ്യാൻ വന്നതല്ല, ഞാനിവിടെ വെറുതെ കിടന്ന് ഉറങ്ങിക്കോളാം, എനിക്ക് ഇവിടെ വിശ്രമിക്കാൻ സമ്മതിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പം ഇത് കേട്ടുകൊണ്ട് ദേവി പെട്ടെന്ന് പറയുകയാണ്, എന്നെ കണ്ടതിന് ശേഷം വരവൊന്നും മേടിച്ചില്ലെങ്കിൽ അതെനിക്ക് ഒരു അപമാനമായിട്ട് മാറും. അതുകൊണ്ട് നീ എന്തെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് വരദാനായിട്ട് ചോദിച്ചോ, ഞാൻ നിനക്കത് തരാം, എന്ത് വേണേലും നിനക്ക് ചോദിക്കാവുന്നതാണെന്ന് പറയുകയാണ്. അപ്പം നാറാണത്ത് ഭ്രാന്തൻ്റെ ഇടത് കാലിലൊരു മന്തുണ്ട്, ഒരു വലിയൊരു മുഴ. അതിനെ അന്നത്തെ കാലത്ത് ആനവാദം എന്നാണ് പറയുന്നത്. ആ മുഴ മാറ്റിത്തരുമോ എന്നല്ല നാറാണത്ത് ഭ്രാന്തൻ ചോദിക്കുന്നത്, പകരം ഈ മുഴ എടുത്ത് എൻ്റെ വലത് കാലിലേക്ക് ആക്കിത്തരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ദേവിക്ക് വളരെയധികം ആശ്ചര്യം തോന്നിയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, വലത് കാലിലൊരു വലിയ വളയിട്ടിട്ടുണ്ട്. അതിനോടൊപ്പം ഈ മന്തും കൂടെ ആയിക്കഴിഞ്ഞാൽ അത് നടക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. എന്നിട്ടും ഇങ്ങനൊരു വരദാനം എന്തിനാണ് ചോദിക്കുന്നതെന്ന് ദേവി നാറാണത്ത് ഭ്രാന്തനോട് ചോദിക്കുകയാണ്. അപ്പം നാറാണത്ത് ഭ്രാന്തൻ പറയുക, എനിക്ക് ആ ഒരു വരം മാത്രം മതി, ഈ മന്ത് എടുത്ത് ആ കാലിലേക്ക് ആക്കിത്തരാൻ പറയാണ്. അങ്ങനെ ഈ നാറാണത്ത് ഭ്രാന്തൻ്റെ ഈ വരം കേട്ടുകൊണ്ട് ദേവിക്ക് തന്നെ ആകപ്പാടെ ഒരു ചിരി വരികയാണ്. ദേവി അത് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് അപ്രത്യക്ഷയായി പോവുകയാണ്. അങ്ങനെ നാറാണത്ത് ഭ്രാന്തൻ ആ വലിയ ഉൾക്കാട്ടിൽ ആ ഭയാനകമായ അന്തരീക്ഷത്തിൽ നിന്ന് അല്പം പോലും ഭയപ്പെടാതെ അവിടെ കിടന്ന് ഉറങ്ങിയതിന് ശേഷം പുലർച്ചെ നേരം വെളുത്തപ്പോൾ അവിടുന്ന് നാറാണത്ത് ഭ്രാന്തൻ വീണ്ടും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നടന്ന് കാട്ടിലൂടെ ഒരുപാട് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നത് കുറച്ച് ചെറുപ്പക്കാരെ നിൽക്കുന്നതാണ്. ചെറുപ്പക്കാർ നാറാണത്ത് ഭ്രാന്തനെ കണ്ടിട്ട് കളിയാക്കിക്കൊണ്ട് ചോദിക്കുവാണ്, നീ എന്തിനാണ് ഇത്രയും വലിയ തളപ്പ് പോലത്തെ ഈ വള നിൻ്റെ കാലിൽ അണിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. അപ്പം ഇത് കേട്ടിട്ട് ഇവൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, നാറാണത്ത് ഭ്രാന്തൻ പറയുന്നത് ഇങ്ങനെയാണ്, അത് എൻ്റെ ലക്ഷ്യങ്ങളും എൻ്റെ സ്വപ്നങ്ങളും വളരെ ഉയരങ്ങളിലാണ്. ഞാൻ എപ്പോഴും പക്ഷികളെപ്പോലെ എൻ്റെ മനസ്സെപ്പോഴും ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. അതിനോടൊപ്പം എൻ്റെ ശരീരം കൂടെ പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാലിൽ ഈ വള അണിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് നാറാണത്ത് ഭ്രാന്തൻ പറയുന്ന കേട്ട് ഇവർക്ക് അത്രയും വലിയ ആ ഒരു വാക്ക് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തതുകൊണ്ട് ആ ചെറുപ്പക്കാരായ ആൾക്കാരെ ഇത് കേട്ട് നാറാണത്ത് ഭ്രാന്തനെ കളിയാക്കിക്കൊണ്ട് അട്ടഹസിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷേ നാറാണത്ത് ഭ്രാന്തൻ അതെല്ലാം കണ്ടിട്ട് ഒരു ദേഷ്യവും വന്നില്ല. അദ്ദേഹം അത് ഒരു കളി കേട്ട്, ഒരു തമാശ പറയുന്നത് കേട്ട പോലെ അദ്ദേഹം ഒരു നിഷ്കളങ്കമായ ചിരിയോടെ അത് ഗൗരവത്തിലെടുക്കാതെ അദ്ദേഹം വീണ്ടും നടന്നു പോവുകയാണ്. അങ്ങനെ നടന്ന് കുറേ ദൂരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒരുപാട് കാടും മലയും ഉയരമേറിയ പർവ്വതങ്ങളും കുത്തൊഴുക്കുകളുള്ള നദികളും അരുവികളും എല്ലാം പിന്നിട്ട് അദ്ദേഹം നടന്ന് അദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള അച്ഛൻ്റെ ഒരു താമസിച്ചിട്ടിരുന്ന ആ വരരുചി താമസിച്ചിരുന്ന ആ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ അഗ്നിഹോത്രി അവിടെ ഒരു യാഗം നടത്തുന്നുണ്ട്. അഗ്നിഹോത്രി എന്ന് പറയുന്നത് ഈ നാറാണത്ത് ഭ്രാന്തൻ്റെ ജ്യേഷ്ഠൻ. അദ്ദേഹം ഒരു വലിയൊരു യാഗം നടത്തുന്നുണ്ട്. ആ യാഗശാലയുടെ അടുത്തേക്ക് ഈ ഭ്രാന്തൻ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ഇവനെ കണ്ടപ്പോൾ അവിടെ ഇരിക്കുന്ന ആ വലിയ പണ്ഡിതന്മാരും മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നവരും എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. അവിടേക്കൊരു ഭ്രാന്തൻ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇവിടുന്ന് പോകാൻ പറ, ഇവനെ ഓടിച്ചുവിടാനൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന അഗ്നിഹോത്രി പറയുകയാണ്, അവനെ ഓടിച്ചുവിടേണ്ട കാര്യമില്ല, ഇത് അവനോട് നിന്നോട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവനെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, ഇവൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വളരെയധികം ദേഷ്യഭാവത്തിൽ ഇങ്ങനെ സംസാരിച്ചപ്പം അഗ്നിഹോത്രി പെട്ടെന്ന് തന്നെ പറയുകയാണ്, ഇവനെ നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്, കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവൻ ആരാണെന്ന് ശരിക്കും മനസ്സിലാവും, ഇവൻ എൻ്റെ സഹോദരനാണ്, അതുകൊണ്ട് തന്നെ ഇവനോട് നിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിഹോത്രി പറയുന്നത് കേട്ട് നാറാണത്ത് ഭ്രാന്തൻ ഒട്ടും തന്നെ ഒരു ആശ്ചര്യമോ ഒരു പ്രത്യേകിച്ചൊരു ഭാവമോ മുഖത്ത് വരാതെ അദ്ദേഹം അഗ്നിഹോത്രിയെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് അവിടെ അടുത്തുള്ള ഒരു ഉയരമേറിയ വൃക്ഷത്തിൻ്റെ മേളിലേക്ക് അദ്ദേഹം ചാടിക്കയറുവാണ്. ചാടിക്കയറി അതിൻ്റെ ഒരു കൊമ്പത്തിലിരുന്നിട്ട് കാലിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നിട്ട് ഈ സന്യാസിമാർ, ഈ യോഗ്യവര്യന്മാർ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിരി കണ്ട് നാറാണത്ത് ഭ്രാന്തൻ ഒന്നും തന്നെ ഒരു ഭാവമാറ്റമോ വന്നില്ല. നാറാണത്ത് ഭ്രാന്തൻ അവരെ നോക്കി ഇങ്ങനെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവരെ ഈ മന്ത്രങ്ങൾ ചൊല്ലുന്ന അതിനോടൊപ്പം നാറാണത്ത് ഭ്രാന്തൻ മേളിയിരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. ഈ ചിരി ഭയങ്കരമായി വന്നപ്പോൾ ഇവർക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്.
അപ്പം ഇവരുടെ മന്ത്രശക്തി എന്തെന്ന് ഈ നാരായണത്ത് ഭ്രാന്തനെ കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ ഓരോ മന്ത്രങ്ങളും ഭയങ്കര ശക്തമായ രൂക്ഷമായ നല്ല സ്വരത്തിൽ ഇങ്ങനെ ഗാംഭീര്യത്തോടെ പറയുവാണ്. ഇതൊന്നും കേട്ടിട്ട് നാരായണത്ത് ഭ്രാന്തൻ അല്പം പോലും കൂസലില്ലാതിരുന്ന് പഴയതുപോലെ തന്നെ ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഇതെന്ത് ചെയ്യണമെന്നറിയാതെ അവരങ്ങനെ താഴത്ത് ഇരുന്ന് മന്ത്രങ്ങളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ മന്ത്രങ്ങൾ ചൊല്ലി കുറച്ച് കഴിഞ്ഞപ്പോൾ യാഗം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന സമയം ആരംഭിച്ച്. അപ്പം 3 വലിയ പണ്ഡിതന്മാരവിടേക്ക് വരുവാണ്. അവർക്ക് മാത്രമേ ആ വലിയ മന്ത്രം അറിയത്തുള്ളൂ. അവരാ മന്ത്രം പറഞ്ഞത് പൂർത്തീകരിച്ചാൽ മാത്രമേ യാഗം അത് തീർക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് അവർ വന്ന് ഭയങ്കര ഇതായിട്ട് നിന്ന് ആ മന്ത്രം അങ്ങനെ ചൊല്ലുവാണ്. കഠിനമേറിയ മന്ത്രങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ മന്ത്രങ്ങൾ ഇവർ പഠിച്ച അത്രയും വർഷത്തെ അവരുടെ ആ കഠിനമായി പ്രയത്നിച്ച് അവർ മനസ്സിലാക്കിയ അറിവാണ്. ആ അറിവ് വേറെ ആർക്കും ഇല്ലെന്ന് അഹങ്കരിച്ചുകൊണ്ടാണ് ഇവരിരുന്നാണ്ട് ആ മന്ത്രങ്ങൾ ചൊല്ലുന്നത്. അങ്ങനെ ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം നാരായണത്ത് ഭ്രാന്തൻ മേളിലിരുന്ന് ഇതെല്ലാം കേട്ട് ചിരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇവർ ഈ പുസ്തകത്തിൽ പഠിച്ച മന്ത്രങ്ങൾ പറയുമ്പോൾ നാരായണത്ത് ഭ്രാന്തന് ഇതൊന്നും ഒട്ടും തന്നെ വലുതല്ല. അദ്ദേഹത്തിൻ്റെ അറിവുകൾ ഈ ലോകം തന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയിലുണ്ട്. അത്രക്ക് മഹാനായ വ്യക്തിയാണ് അദ്ദേഹം. ഭ്രാന്തനായി എല്ലാവരും അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെ ആർക്കും മനസ്സിലാക്കാനറിയാത്ത ഒത്തിരി കഴിവുകൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതൊന്നും കേട്ടിട്ട് അല്പം പോലും ഇതാകാതെ ഇരുന്ന് കേട്ടുകൊണ്ട് മേളിലിരുന്ന് അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്ന വലിയ പണ്ഡിതന്മാർക്ക് ആ മന്ത്രത്തിൻ്റെ വരികൾ തെറ്റിപ്പോവാണ്. അങ്ങനെ അവർ പറഞ്ഞിട്ടിരുന്ന വരികൾ തെറ്റിപ്പോയപ്പോൾ അവർക്ക് വല്ലാത്ത ഭയം തോന്നുവാണ്. ഈ മന്ത്രത്തിൻ്റെ വരികൾ തെറ്റിപ്പോയി ആ മന്ത്രം പറയാതെ പോയിക്കഴിഞ്ഞാൽ ആ യാഗം തീരത്തില്ല. അത് ഭയങ്കര പ്രശ്നം ആയി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മന്ത്രം പറഞ്ഞേ പറ്റത്തുള്ളൂ. അവരിങ്ങനെ വഴികൾ കിട്ടാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഒരു വലിയ ഗാംഭീര്യമുള്ളൊരു ശബ്ദത്തിൽ, ഇടിമുഴക്കം പോലൊരു ശബ്ദത്തിൽ, നല്ല ഭയങ്കരമായൊരു ശബ്ദത്തിൽ നാരായണത്ത് ഭ്രാന്തൻ ആ മന്ത്രം മുഴുവനും ചൊല്ലുവാണ് അതിൻ്റെ മേളിയിരുന്ന്. അപ്പോൾ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്ന ഇവർ അതിശയപ്പെട്ടിങ്ങനെ നോക്കുവാണ്. നാരായണത്ത് ഭ്രാന്തൻ എന്ന ഒരു ഭ്രാന്തനെ കണ്ട് കളിയാക്കി പരിഹസിച്ച് ആ ഒരു പണ്ഡിതന്മാരുടെ മുമ്പിൽ അവർക്ക് തെറ്റിപ്പോയ ആ വലിയ മന്ത്രങ്ങൾ ഈ നാരായണത്ത് ഭ്രാന്തൻ ഇങ്ങനെ ഇരുന്ന് പറയുവാണ്. ഒരു ഭ്രാന്തൻ ഇത്രയും വലിയ മന്ത്രങ്ങൾ പറയാൻ പറ്റുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ട് അവരെല്ലാവരും അതിശയപ്പെട്ടിങ്ങനെ നോക്കിയാണ്. അങ്ങനെ നോക്കി ഇരിക്കുമ്പോൾ അദ്ദേഹം ഈ മന്ത്രങ്ങൾ മുഴുവൻ പറഞ്ഞു തീർന്നതിന് ശേഷം ഒട്ടും തന്നെ ഒരു ഭാവമോ മുഖത്തൊരു പ്രത്യേകതകളൊന്നും കാട്ടാതെ അദ്ദേഹം താഴത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. അദ്ദേഹത്തിന് ഇതൊന്നും വലിയ കാര്യമായിട്ട് മന്ത്രം ചൊല്ലിയെങ്കിലും ഇതൊന്നും അവരുടെ അഹങ്കാരം കുറക്കണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ ഈ നാരായണത്ത് ഭ്രാന്തൻ. അതുകൊണ്ട് തന്നെ ആ മന്ത്രം ചൊല്ലി തീർന്ന ഉടനെ തന്നെ അവിടുന്ന് നാരായണത്ത് ഭ്രാന്തൻ നടന്നു പോവുകയാണ്. അങ്ങനെ അഗ്നിഹോത്രിയുടെ മുമ്പിൽ ഇത്രയും വലിയൊരാളെയാണല്ലോ ഞങ്ങൾ അപമാനിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അത്രയും നാളും പഠിച്ച ആ വിദ്യയിൽ അവർക്ക് തന്നെ ഒരു തെറ്റുപറ്റിയായിട്ട് തോന്നി അവരങ്ങനെ ക്ഷമ ചോദിച്ചുകൊണ്ട് അങ്ങനെ നാരായണത്ത് ഭ്രാന്തൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നാരായണത്ത് ഭ്രാന്തൻ അതൊന്നും കാണാതെ അദ്ദേഹം അവിടുന്ന് നടന്ന് കാട്ടിലേക്ക് അകന്ന് നീങ്ങിയാണ്. അങ്ങനെ നടന്ന് പിന്നെയും ഒരുപാട് ദൂരം ഇങ്ങനെ പിന്നിട്ട് അദ്ദേഹം ചെല്ലുന്നത് ഒരു പർവ്വതത്തിൻ്റെ അടുത്താണ്. ഒരു വലിയൊരു മല, രാരിനെല്ലൂർ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഗ്രാമത്തിലേക്കാണ് അദ്ദേഹം ചെല്ലുന്നത്. അവിടെ ഒരു വലിയൊരു മലയുണ്ട്. ആ ഉയരമേറിയ മലയുടെ അടുത്ത് ചെന്നിട്ട് താഴെ ഒരു വലിയ കല്ല് കിടപ്പുണ്ട്, ഒരു വലിയ പാറക്കല്ല്. ആ പാറക്കല്ലിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം ഇങ്ങനെ ചുറ്റും നടന്ന് നോക്കുവാണ്. ആൾക്കാരെല്ലാവരും ഇദ്ദേഹത്തെ കണ്ട് അത്ഭുതപ്പെട്ട് കൗതുകത്തോടെ നോക്കി നിൽക്കുക. കാരണം വലിയ മന്തുള്ള ഒരു വലത് കാല്, ആ കാലിലാണെങ്കിൽ മന്തുണ്ട്. അതിനോടൊപ്പം തന്നെ ആ കാലിലൊരു വലിയ വള അണിഞ്ഞിരിക്കുന്നു. ആ തളപ്പ് അണിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശരിക്കും നടക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഈ കാഴ്ച കണ്ട് അവിടെ നിന്ന് ആൾക്കാർ അതിശയപ്പെട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നാരായണത്ത് ഭ്രാന്തൻ ഇതൊന്നും കണക്കിലെടുക്കാതെ അദ്ദേഹം ആ വലിയ പാറക്കല്ല് തള്ളാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വലത് കാലിന് വളരെയധികം ശക്തി കൊടുത്തുകൊണ്ട് ആ പാറക്കല്ല് മുമ്പിലേക്ക് തള്ളി നീക്കുകയാണ്. അങ്ങനെ ആർക്കും ആ പാറക്കല്ല് വലിയ ശക്തരായ മല്ലന്മാർക്ക് പോലും അല്പം പോലും അനക്കാൻ പറ്റാത്ത കല്ലാണ്. ആ കല്ല് അദ്ദേഹം മുമ്പിലേക്ക് തള്ളി നീക്കി കുറച്ച് കൊണ്ട് പൊക്കത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കുറച്ച് മുമ്പിലേക്ക് പോകുമ്പം ആൾക്കാരെല്ലാം അതിശയപ്പെട്ടിങ്ങനെ നോക്കുവാണ്.
ആൾക്കാർ ഇതെന്താ ചെയ്യാൻ പോകുന്നെന്ന് കാണാൻ വേണ്ടിയിട്ട് വളരെ ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പം അദ്ദേഹം ഈ കല്ല് തള്ളി മേളിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് ഭയങ്കര ഭാരമേറിയതായതുകൊണ്ടും ഇതൊക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വല്ലാതെ ഹൃദയം വല്ലാതെ ഇടിക്കുകയും അതുപോലെ ശരീരം മുഴുവനും വിയർത്തൊലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇതൊന്നും കണക്കിലെടുക്കാതെ നാരായണത്ത് ഭ്രാന്തൻ ഈ കല്ല് തള്ളി മേളിൽ കൊണ്ടുപോയി ആ മലയുടെ ഉയരങ്ങളിൽ എത്തിച്ചിട്ട് അവിടെ എത്തി വളരെയധികം സന്തോഷത്തോടെ നിന്ന് ചിരിക്കുകയാണ്. അതുകൊണ്ട് ആൾക്കാർ എന്തെടുക്കാൻ പോവുകയാണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പം അദ്ദേഹം ഈ തണുത്ത ഈ പാറക്കല്ലിൽ ഇങ്ങനെ കൈകൊണ്ട് ശക്തമായി പിടിച്ചിട്ട് താഴേക്ക് ഇങ്ങനെ തള്ളിവിടുവാണ്. തള്ളി വിട്ടിട്ട് അദ്ദേഹം വീണ്ടും നിന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരിക്കുക. അപ്പോൾ ഇതൊന്നും കാര്യത്തിലെടുക്കാതെ നാരായണത്ത് ഭ്രാന്തൻ വീണ്ടും താഴത്തേക്ക് വന്ന് പതിവ് പോലെ കല്ല് മേളിലേക്ക് പൊക്കി തള്ളി കയറ്റുകയാണ്. അങ്ങനെ ഇത് ദിവസങ്ങളോളം മാസങ്ങളോളം ഇങ്ങനെ അദ്ദേഹം ഈ കല്ല് ഉയരങ്ങളിലെത്തിക്കും, താഴേക്ക് തള്ളിയിടും. അപ്പോൾ ഇത് കണ്ടിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. പക്ഷേ ഇത് അദ്ദേഹം ഈ പാറക്കല്ല് മേളിലെത്തിക്കുകയും താഴത്തേക്ക് തള്ളിയിടുകയും ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു ഈ പ്രകൃതിയുടെ തന്നെ ഒരു പാഠമാണ് നമുക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം കാണിച്ചു തരുന്നത്. കാര്യം വേറൊന്നുമല്ല, ഒരാൾ ജീവിതത്തിൽ അധ്വാനിച്ച് പലതും സമ്പാദിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ സമ്പാദിക്കുന്ന, ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഏറ്റവും അവസാനം മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ എല്ലാം നശിച്ചു പോകുന്നു. അപ്പോൾ ഒന്നും തന്നെ മനുഷ്യന് സ്ഥിരമായി നിർത്താനോ നിലനിർത്താനോ സാധിക്കുന്നില്ല. ആ ഒരു കാര്യത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാരായണത്ത് ഭ്രാന്തൻ ഈ ഒരു കല്ല് മേളിൽ കൊണ്ടുവരികയും താഴത്തേക്ക് തള്ളിയിട്ട് അതിൽ ചിരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ കല്ല് മേളിൽ കൊണ്ടുപോകുന്നതിലല്ല അദ്ദേഹത്തിന് സന്തോഷം, ആ കല്ല് മേളിൽ എത്തിച്ചതിന് ശേഷം താഴത്തേക്ക് തള്ളിവിടുമ്പോൾ കിട്ടുന്ന ആ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൽ, അദ്ദേഹം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിലാണ് അദ്ദേഹത്തിന് സന്തോഷം കിട്ടുന്നത്. ആ സന്തോഷത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്. അത് കണ്ടിട്ട് മനസ്സിലാക്കാൻ മറ്റു വ്യക്തികൾക്ക് ആർക്കും ശരിക്കും സാധിക്കുന്നില്ല. അങ്ങനെ പതിവുപോലെ തന്നെ അദ്ദേഹം എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ഒരു ദിവസം എത്തിയപ്പോൾ അന്നത്തെ ദിവസം എന്തോ ഒരു പ്രത്യേകത പോലെ ആകെ മഴ പെയ്ത് ഒരു തണുത്ത അന്തരീക്ഷം, ഭയങ്കര തണുപ്പൊക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ കല്ലൊക്കെ പതിവ് പോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ തള്ളിക്കയറ്റി. അന്ന് പതിവ് പോലെ അദ്ദേഹത്തിന് വളരെ പാടുപെടേണ്ടതായിട്ട് വന്നില്ല, ശരീരം വിയർത്തില്ല, അതുപോലെ ഹൃദയമെടുപ്പിൻ്റെ താളം കൂടിയില്ല, ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം ആ കല്ല് പതിവ് പോലെ പർവ്വതത്തിൻ്റെ മേളിലെത്തിച്ച് താഴേക്ക് തള്ളിയിടാൻ വേണ്ടി കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു ദേവി പ്രത്യക്ഷപ്പെടുകയാണ്. ആ ദേവി പ്രത്യക്ഷപ്പെട്ടപ്പം ഈ ദേവിയെ കാണാൻ വേണ്ടിയാണ് നാരായണത്ത് ഭ്രാന്തൻ ഇത്രയും ദിവസം ഈ കല്ല് ഉരുട്ടി മേളിലെത്തിച്ചതെന്നുള്ളത് ലോകത്തിന് പിന്നീടാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദേവിയെ കണ്ട് അദ്ദേഹം ഇങ്ങനെ തൊഴുതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ദേവി ആ കാൽപാദങ്ങൾ ആ കല്ലിൽ ഇങ്ങനെ ചവിട്ടിയാണ്. കാൽപാദം കല്ലിൽ വെച്ചതിന് ശേഷം ദേവി അവിടുന്ന് അപ്രത്യക്ഷയായി ആകാശത്തിലേക്ക് ഒരു പുകമറ പോലെ അങ്ങ് മാഞ്ഞുപോയി. അപ്പം ഇത്രയും ദിവസവും ദേവിയെ കാണാൻ വേണ്ടി അദ്ദേഹം ചെയ്തിരുന്നൊരു ഒരു തപസ് അനുഷ്ഠിച്ച പോലെയാണ് ഈ കല്ല് മേളിലെത്തിക്കുകയും താഴത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് വരുന്നത്. അന്നത്തെ ദിവസം തൊട്ട് അദ്ദേഹം ആ കല്ല് താഴത്തേക്ക് തള്ളിവിട്ടില്ല. ഈ കല്ല് ഒരാൾ ഒരു വലിയൊരു ആശാരിയോ അല്ലെങ്കിൽ ഒരു കൽപ്പണിക്കാരൻ ഇരുന്ന് കുത്തി അതിന് പാടിടാൻ നോക്കിയാൽ പോലും ആ കല്ലിന് അല്പം പോലും ഉളി കൊണ്ട് പൊട്ടിക്കാൻ പറ്റാത്ത അത്രക്ക് വലിയ ശക്തമായ കല്ല് ആ ദേവിയുടെ കാൽപാദം പതിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത് കണ്ട് ആൾക്കാർക്ക് എല്ലാവർക്കും അതിശയം തോന്നി. നാരായണത്ത് ഭ്രാന്തൻ ഇതിലൊരു അതിശയവും ഇല്ല. അദ്ദേഹം അവിടെ ആ കല്ലിനെ നോക്കി ഇരിക്കുകയും അതുപോലെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ അങ്ങനെ ദിവസങ്ങളോ മാസങ്ങളോളം അങ്ങനെ കടന്നുപോയി. പിന്നെ തൊട്ട് അദ്ദേഹം അങ്ങനെ കല്ല് താഴത്തേക്ക് ഉരുട്ടി വിട്ടതുമില്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തെ തേടി അവിടുന്ന് ഒരു ദൂരത്തുനിന്ന് ഒരു ധനികനായ ഒരു വ്യക്തി വരികയാണ്. അയാൾ വന്നിട്ട് നാരായണത്ത് ഭ്രാന്തനോട് പറയുകയാണ്, നിനക്ക് ആവശ്യമുള്ളത് എന്താണെന്നെങ്കിലും ഞാൻ തരാം, ഇതുകൊണ്ട് നീ ജീവിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഒരു കിഴി പണം ഇങ്ങനെ സ്വർണ്ണ നാണയം കൊടുക്കുവാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് നാരായണത്ത് ഭ്രാന്തൻ അദ്ദേഹത്തിനൊരു ചെറിയൊരു ചിരി വരുന്നുണ്ട് മുഖത്ത്. ഇങ്ങനെ ചിരിച്ച് ഒരു പരിഹാസത്തോടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ഈ ധനികനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ആ ചിരിയിൽ തന്നെ ഒത്തിരി അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം
ഇത് അദ്ദേഹം കാണിച്ച ആ ഒരു കാര്യം തന്നെ ഈ ധനികരായിട്ടുള്ള വ്യക്തികൾക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. ഈ പ്രകൃതിയിൽ നമ്മൾ എന്ത് തന്നെ സംഭവിച്ചാലും, എന്ത് നമ്മൾ കയ്യിൽ ഉണ്ടാക്കി കൂട്ടിക്കൊണ്ടിരുന്നാലും അത് നമ്മുടെ സ്ഥിരമായിട്ട് നിൽക്കത്തില്ല, നമ്മുടെ നിന്ന് നഷ്ടമാകും. നമ്മൾ മരിച്ചു പോകും എന്നുള്ളൊരു സത്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു വലിയ തത്വത്തെ മനസ്സിലാക്കാൻ പോലും ആകാത്ത ഒരാളാണ് ഈ ധനികനായ കാശുകാരൻ. അയാൾ ഈ കിഴി കൊടുത്തപ്പോൾ നാരായണത്ത് ഭ്രാന്തൻ ആ കിഴി വാങ്ങിയിട്ട് നേരെ വലിച്ചൊരു ഉറുമ്പും കൂട്ടിലേക്ക് എറിയുകയാണ്. അപ്പോൾ ഉറുമ്പും കൂട്ടിലുള്ള ഉറുമ്പുകൾ പല വശത്തേക്ക് ഇങ്ങനെ ഓടി അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇത് കാണിച്ചിട്ട് നാരായണത്ത് ഭ്രാന്തൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഈ ധനം കൊണ്ട് ആ ഉറുമ്പിൻ്റെ സമാധാനമാണ് നഷ്ടമായിരിക്കുന്നത്. ഈ പണം എത്ര നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, അതിന് ഒരു മൂല്യവും ഇല്ലെന്ന് തെളിയിക്കാനാണ് നാരായണത്ത് ഭ്രാന്തൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ആൾ അവിടുന്ന്, ആ ധനികനായ ഒരു വ്യാപാരി അവിടുന്ന് നടന്നുപോയി. അതിനുശേഷം ഈ നാരായണത്ത് ഭ്രാന്തൻ കുറച്ച് ദിവസം ഇങ്ങനെ കഴിഞ്ഞ് അവിടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ പെട്ടെന്നൊരു അസുഖം ഇങ്ങനെ പരന്നു പിടിക്കുകയാണ്. ഒരു മാറാവ്യാധി പോലൊരു അസുഖം. അത് പല ആൾക്കാരിലേക്കും വരുവാണ്. അങ്ങനെ ആൾക്കാർ പതുക്കെ രോഗിതരായും മറിഞ്ഞ് ബോധം കെട്ട് വീഴുകയൊക്കെ ചെയ്ത് അവരങ്ങനെ കിടപ്പിലായ, അങ്ങനെ ഗ്രാമം മൊത്തം ഒരു ഇതിൽ ആയ സമയത്ത് നാരായണത്ത് ഭ്രാന്തൻ തൻ്റെ സ്വന്തം തലയിൽ ഈ കത്തുന്ന ഒരു കനലുകൾ വാരിയിട്ട് ഒരു ചട്ടി പോലൊരു ഇതിനകത്താക്കി തലയിൽ വെച്ചിട്ട് അതും കൊണ്ട് ആ ഗ്രാമം മൊത്തവും ചുറ്റി നടന്ന്. അങ്ങനെ ആ ഗ്രാമം മൊത്തവും ചുറ്റി നടന്നത് അദ്ദേഹം എന്തിനു വേണ്ടിയാണെന്ന് ആർക്കും അറിയത്തില്ല. ആൾക്കാരിത് നോക്കുന്നുണ്ട്, എന്താണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ആർക്കും അന്നേരം മനസ്സിലായില്ല. പക്ഷേ അടുത്ത ദിവസമായപ്പം പതിവ് പോലെ അദ്ദേഹം ആ കല്ലിൻ്റെ അടുത്ത് വന്ന് നിന്ന് അന്നത്തെ ദിവസം ആൾക്കാരെല്ലാവരും രോഗാവസ്ഥയിൽ നിന്ന് മുക്തരായി എഴുന്നേൽക്കുകയാണ്. അങ്ങനെ അവർക്ക് അവരുടെ രോഗം മാറ്റിയത്, ആ ഒരു മാറാവ്യാധി മാറ്റിയത് നാരായണത്ത് ഭ്രാന്തൻ്റെ ശക്തി കൊണ്ടാണെന്ന് അവർക്ക് തിരിച്ചറിയുകയാണ്. അതിനുശേഷം രാമനെല്ലൂർ മലയെന്ന് പറയുന്ന ആ മല പിന്നീട് നാരായണത്ത് ഭ്രാന്തൻ വന്ന് പർവ്വതത്തിലെ കല്ലുരുട്ടി കയറ്റി ആ ഒരു ഇത് വെച്ചിട്ട് ആ മല പിന്നെ അത് ആൾക്കാർ പൂജിക്കുകയും അത് പിന്നീട് ആ മലയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുക, അവിടെയുള്ള ആ ഒരു കല്ലിൻ്റെ ഒരിത് വെച്ച് ആൾക്കാർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അത് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി. നാരായണത്ത് ഭ്രാന്തൻ്റെ കഥ എല്ലാ ആൾക്കാർക്കും ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെങ്കിലും ഒരു ഭ്രാന്തനായിട്ടാണ് സമൂഹം അദ്ദേഹത്തെ മനസ്സിലാക്കിയെങ്കിലും ശരിക്കും ഭ്രാന്തനല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു നാരായണത്ത് ഭ്രാന്തൻ. അദ്ദേഹത്തിൻ്റെ കഴിവുകളും അദ്ദേഹത്തിൻ്റെ ബാല്യം തൊട്ട് ചെയ്തു പോയ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ തേജസ്സും ചൈതന്യവും ഒന്നും ഒരിക്കലും നഷ്ടപ്പെടാതെ ഇന്നും നിൽക്കുകയാണ്. ഈ തലമുറകളോളം വീണ്ടും ആ കഥകൾ പറയുകയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവരും അറിയുകയൊക്കെ ചെയ്യുന്ന വലിയ ഒരു ആളായി തന്നെ അദ്ദേഹം എപ്പോഴും ആ ഒരു ഗ്രാമത്തിലും ഈ കേരളത്തിലുമൊക്കെ ഓർമ്മപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയ കഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക. അപ്പോൾ ഇത്രയുള്ള കൂട്ടുകാരാ, ടാറ്റാ.